ഗോൾഡ്മാൻ കല്യാണം കഴിച്ചോ? ഇല്ല, സിംഗിളാണ്. സിംഗിൾ ലൈഫ് എൻജോയ് ചെയ്യാണ്. സിംഗിൾ ലൈഫ് അടിച്ചുപൊളി. രണ്ട് കാതുണ്ടെങ്കിൽ ഒരാൾക്ക് വേണ്ടി കേട്ടിരിക്കാല്ലേ, രണ്ട് കാലുണ്ടെങ്കിൽ ഒരാൾക്ക് വേണ്ടി നടക്കാല്ലേ, രണ്ട് കൈയുടെ ഒരു സഹായങ്ങളും നിങ്ങൾ കരഞ്ഞല്ലോ കണ്ണിന്റെ അകത്തൂടെ. ഞാൻ ചേട്ടാ നിങ്ങളെ എന്നെ കൂടെ കരയിക്കരുത്. ഞാൻ ഇന്ന് അതൊക്കെ ഓർക്കുന്നില്ല. വേണ്ട 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 വേണ്ട. അതൊന്നും ഓർത്തിരിക്കാൻ തന്നെ ഒരു ജീവിതം. ചേട്ടാ ഞാൻ ചോദിച്ച് നിങ്ങളെ സങ്കടപ്പെടുത്തിയതിൽ ക്ഷമിക്കുക. എന്നോട് ആദ്യമേ തന്നെ പറഞ്ഞു കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാന്ന്. കാരണം എൻ്റെ ആത്മാർത്ഥതക്ക് ഒരു വിലയില്ലാതെ ഇപ്പൊ പിന്നെ ആത്മഹത്യ ഉണ്ട്. എന്തിനാ ആത്മഹത്യ? പിഞ്ചു മനസ്സാണ് എല്ലാരും പറയും. 2 മിനിറ്റ് എനിക്ക് കൊഞ്ചിക്കാൻ തോന്നുന്നു. കുറെ അസൂയക്കാരുണ്ടായത്. കാരണം എറണാകുളത്ത് നിന്ന് വന്നവർ തന്നെ കൊടുങ്ങല്ലൂരിൽ ഒരു പെൺകുട്ടീനായിട്ട് ഒരു കറുത്തിട്ട് ഒരു തന്നെ ഒരു ഹെൽമെറ്റ് വെച്ച് വരുന്നു. ആ നാട്ടുകാരൊക്കെ നോക്കിക്ക് കൊണ്ടുവന്നെ അവരുടെ ഒരു റോമാഞ്ചം വരുന്നത് കുട്ടി. അപ്പൊ അവർക്ക് കിട്ടാത്തത് എനിക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ ഒരു അസൂയക്കാരുണ്ട്. എത്ര പേര് എന്നെ വളഞ്ഞിട്ടുണ്ടെന്ന് പറയും. ഇടിക്കാനാ? ഒരു 10-500 മുസ്ലിം ഏരിയ അല്ലേ, ക്രിസ്ത്യാനി എന്നെ വന്ന് വളഞ്ഞിട്ടുണ്ട്. ഇത് തോക്കൊരു പ്രത്യേക ഒരു ഘടകമാണ് ജീവിതത്തിൻ്റെ എല്ലാവരും ജീവിതത്തിൽ. തോക്കില്ലാത്തൊരു ലോകത്തെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ട്രംപിൻ്റെ കയ്യിലൊരു തോക്ക്, അമേരിക്കക്കാരുടെ എല്ലാവരുടെയും കയ്യിലൊരു തോക്കുണ്ട്. അപ്പം എൻ്റെ കയ്യിൽ ഇരിക്കട്ടൊരു തോക്കെന്ന് വെച്ചു. അങ്ങനെ മുട്ട അടിച്ച് കിട്ടപ്പോഴേക്ക് അയാൾ പറഞ്ഞു, നിങ്ങളൊരു അമേരിക്കക്കാരനല്ല, ഇന്ത്യക്കാരനല്ല, ആഫ്രിക്കക്കാരനല്ല, ഏത് രാജ്യക്കാരാണെന്ന് പറയാൻ പറ്റില്ല, അത്രയ്ക്ക് വ്യത്യസ്തനായിട്ടാണ്. അതെൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടു. സിയാഹുൾക്ക് ഒരു ദിവസം പറഞ്ഞു, നിങ്ങൾ ശിവമണിയായിട്ടാണ്. ഞാനിത് ഈ ഫോട്ടോ എടുത്തിട്ട് എൻ്റെ എല്ലാവർക്കും അയക്കുന്നുണ്ട്. എ റഹ്മാൻ്റെ ഭാര്യയ്ക്ക് അയച്ചു. അങ്ങനെ എ റഹ്മാൻ അയച്ചു. സ്റ്റീഫൻ ഡേവിസ്, ഇതാരാണപ്പോൾ അന്ന് സ്റ്റീഫൻ ഡേവിസ് ചോദിച്ചു. അതങ്ങനെ ഫേമസ് ആയി. ശിവമണി എന്നാണ് പിന്നെ എല്ലായിടത്തും പറഞ്ഞു. ശിവമണി എന്ന് പറഞ്ഞു. കൊച്ചിയിലെ ഗോൾഡ്മാൻ ആണ് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം. താങ്ക് യു. പ്രനിൽ ലാസർ. കൊച്ചിയിലെ ഗോൾഡ്മാൻ എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പോഴാണ് ഓർത്ത്, ഞാൻ പെട്ടെന്ന് തന്നെ ശ്രദ്ധിച്ചത്, നമ്മൾ സ്ത്രീകളാണല്ലോ, ഞാൻ ഇടാത്തതും ഗോൾഡാണ്. അപ്പോൾ ഒരാൾ ഭയങ്കരമായിട്ടും ഗോൾഡൊക്കെ ഇട്ട് നിൽക്കുന്നത്. അപ്പം ഞാൻ ഓർത്ത് എന്തോ ഉണ്ടല്ലോ, ഇങ്ങനെ ഗോൾഡ് ഇടാൻ ഇഷ്ടം തോന്നണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കാണും. എനിക്ക് ഇടാൻ ഇഷ്ടമില്ലാത്തതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ, ഇല്ലാത്തതുകൊണ്ടാണ്. ഉണ്ടെങ്കിൽ നമ്മൾ ഇടും, എന്നാലും പക്ഷേ അതിനോടൊരു ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ ഇങ്ങനെ ഇടാനൊരു ഇൻട്രസ്റ്റ് എന്താ? എങ്ങനെ ഇടാനുള്ള ഇൻട്രസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ 2021 കൊറോണ വന്നു, എല്ലാവരെയും ബാധിച്ചു. അപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ഞാൻ മുടി വെട്ടിക്കൊണ്ട് മുടി വെട്ടിക്കൊണ്ടു അവിടെ ഇവിടെ തോണ്ടി വെച്ച് മുടി വെട്ടും. മുടി വെട്ടി കഴിയുമ്പോൾ അത് എനിക്ക് എൻ്റെ കൂട്ടുകാർ വഴക്ക് പറയുമ്പോൾ ബാർബർ ഷോപ്പിൽ പോകും, ബ്യൂട്ടി പാർലർ. അപ്പോൾ ഓരോരുത്തരും എന്നെ വഴക്ക് പറഞ്ഞു, താൻ ഇങ്ങനെ കാണിച്ചിട്ട് വരരുതെന്ന്. അപ്പോൾ എനിക്ക് ധൈര്യമില്ലാതെ ഓരോരുത്തരുടെ അടുത്ത് പോകാൻ, ബ്യൂട്ടി പാർലറൊക്കെ പരിചയക്കാരാം. അപ്പോൾ ഞാൻ പുല്ലപ്പടിയിലൊരു ഷോപ്പുകാരൻ്റെ ചെന്നിട്ട് വന്നു, മോനെ ഇതൊന്നും റെഡിയാക്കി തന്നു. ഞാൻ റെഡിയാക്കി തരാമായിട്ടാണ് പറഞ്ഞിട്ട് മുട്ടയടിച്ചു വിട്ടു. മുട്ടയടിച്ച് വിട്ടപ്പോഴേക്ക് അയാൾ പറഞ്ഞു, നിങ്ങളൊരു അമേരിക്കക്കാരനല്ല, ഇന്ത്യക്കാരനല്ല, ആഫ്രിക്കക്കാരനല്ല, ഏത് രാജ്യക്കാരാണെന്ന് പറയാൻ പറ്റില്ല, അത്രയ്ക്കും വ്യത്യസ്തനായിട്ടാണ്. അതെൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുവന്ന് പറഞ്ഞാൽ ശരിക്കും അങ്ങോട്ട് കൊണ്ടു. കൊള്ളാലോ എന്ന് എനിക്കൊരു അഭിമാനം തോന്നി. അപ്പം ഞാൻ റേ റാബിറ്റ്സിൽ ഒന്ന് കയറി, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള റേ റാബിറ്റ്സിൽ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ ലിയാമോളാണ് ഒരു പെൺകുട്ടി എന്നെ ഡ്രസ്സ് ഒക്കെ സെലക്ട് ചെയ്ത്. അപ്പോൾ റിയാമോള് സെലക്ട് ചെയ്തിട്ട് വന്നു, സാറേ ഈ മൊട്ടത്തലയും സാറിൻ്റെ ഈ പാൻറ്റും ഈ ലുക്കും അടിപൊളി ഒരു സ്റ്റൈലാണ്, സാറൊരു സ്റ്റാറിനെ പോലെ ഉണ്ടിട്ടാണ്. അതും എന്നെ ഒന്ന് പൊക്കി. രസമാണ്. ഒരു പെൺകുട്ടി പറഞ്ഞപ്പോൾ നമുക്ക് ഒരാണെന്ന് നിലയിൽ നമുക്കൊന്നും കൂടി ഒന്ന് പൊങ്ങി കൊള്ളാമെന്ന് എനിക്ക് പറഞ്ഞു. സൂപ്പർ. ഞാൻ പിന്നെ മുടി പഠിച്ചുകൊണ്ടേയിരുന്നു, എല്ലാ ദിവസവും പഠിക്കും. ഭയങ്കര ബുദ്ധിമുട്ടത്. അപ്പോൾ പിന്നെ അങ്ങനെ ഇപ്പോൾ ഞാനൊരു രാത്രി ഒന്ന് പുറത്തേക്ക് ഒരു ചായ കുടിക്കാൻ വേണ്ടി ചെന്നപ്പോൾ കാസർഗോഡിൽ നിന്ന് പറഞ്ഞൊരു ഡ്രസ്സ് കട തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ സ്റ്റൈലും കണ്ടപ്പോൾ ഞാൻ അങ്ങനെ കയറി. അപ്പോൾ ഒരു സാധാരണ ഒരു ഷോർട്ട്സാണ് ഇട്ടത്, അതൊരു വെറൈറ്റി ഷോർട്ട്സാണ്. അങ്ങനെ കയറി ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് വന്നപ്പോൾ അവർ പറഞ്ഞു, സാറിൻ്റെ ലുക്ക് ഭയങ്കര രസമുണ്ട്, എറണാകുളത്തെ ഒരു മമ്മൂട്ടിയാണ് കേട്ടോ വന്നു. അതൊന്ന് പൊക്കി. മമ്മൂട്ടിയാണ് ഇങ്ങനെ കിടക്കുള്ളൂ, അതിനേക്കാളും എന്നാക്കുന്ന ഒന്ന് പൊക്കി. അവർ ബിസിനസ്സിൻ്റെ തലത്തിലാണ് എങ്ങനെയെന്ന് അറിയില്ല, ഒന്ന് പൊക്കി. എനിക്കത് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റായി. അങ്ങനെ ഇൻട്രസ്റ്റായി. ഓരോന്ന് സാറേ കുറച്ചും കൂടി മാല ഇതൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കുന്നു. അങ്ങനെ ആ ക്രേസ് അങ്ങോട്ട് കയറി. ഇട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ മറ്റേ സിനിമയിലെ പാട്ടുകാരനായ സിയാഹുൾക്ക് ഒരു ദിവസം പറഞ്ഞു, നിങ്ങൾ ശിവമണിയായിട്ടാന്ന്. ഞാനിത് ഈ ഫോട്ടോ എടുത്തിട്ട് എൻ്റെ എല്ലാവർക്കും അയക്കുന്നുണ്ട്. അങ്ങനെ അയാൾ എ റഹ്മാൻ്റെ ഭാര്യയ്ക്ക് അയച്ചു. അങ്ങനെ എ റഹ്മാൻ അയച്ചു. സ്റ്റീഫൻ ഡേവിസ്, ഇതാരാണപ്പോൾ അന്ന് സ്റ്റീഫൻ ഡേവിസ് ചോദിച്ചു. അങ്ങനെ അതങ്ങനെ ഫേമസ് ആയി. ശിവമണി എന്നാണ് പിന്നെ എല്ലായിടത്തും പറഞ്ഞു. ശിവമണി എന്ന് പറഞ്ഞു. പിന്നെ ലാസ്റ്റായിട്ടെന്ന് വിളിക്കും. അങ്ങനെ വന്ന് ഇങ്ങനെ വന്നപ്പോഴേക്കും എൻ്റെ ഒരു ഫ്രണ്ട് റിയാസ് മുഹമ്മദ് പറഞ്ഞു, ഇനി ശിവമണി വേണ്ട, ഇനി നമുക്ക് ഗോൾഡ്മാൻ മതി.
ശിവമണി അവിടെ ഇരിക്കട്ടെ, നമുക്ക് ഗോൾഡ് മാൻ മതി. കാരണം അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ഇപ്പോൾ എൻ്റെ സുഹൃത്തായ ഷിജാസ് ബഷീർ പറഞ്ഞു, അയാളുടെ കടയിൽ നിന്ന് ഞാൻ ഡ്രസ്സൊക്കെ എടുക്കുന്നത്. അയാൾ പറഞ്ഞു ഞാൻ ഗോൾഡൻ ഡ്രസ്സ് ചെയ്യാനായിട്ടാണ് വന്നത്. അപ്പോൾ ഒന്നുകൂടിയും ത്രില്ലായി. അപ്പോൾ എൻ്റെ മനസ്സിൽ വേറൊരു ആഗ്രഹമുണ്ട്, ബോച്ചനെ പോലെ ഒരു ഗോൾഡൻ കാറ്. അപ്പോൾ അങ്ങനെ ഇറക്കി. അപ്പോൾ അത് അധികം അങ്ങോട്ട് ഇതായി കഴിഞ്ഞാൽ വേറെ തലത്തിലേക്ക് ബോധിച്ച് വേണ്ടെന്ന് വെച്ചു. എന്നാൽ പിന്നെ ഗോൾഡൻ ഡ്രസ്സിലേക്ക് ഒതുക്കാന്ന് വെച്ചു. ഒതുക്കി അങ്ങനെ വന്നപ്പോൾ ചെരുപ്പും ഗോൾഡൻ എല്ലാം ഗോൾഡൻ തൊപ്പി ഉണ്ടായിരുന്നത് എടുത്തില്ല, മറന്നു എടുത്തില്ല. കയ്യിലെല്ലാം ഗോൾഡ് വിട്ട്. അതെ. അപ്പോൾ ഗോൾഡ് മാനായിട്ട് റിയാസ് അങ്ങോട്ട് സജസ്റ്റ് ചെയ്തു. റിയാസ് അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഗോൾഡ് മാൻ ആക്കി. പിന്നെ എന്നെ ഇപ്പോൾ ഗോൾഡ് മാനായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് അറിയും, മലപ്പുറത്ത് നിന്ന് അറിയും, പാലക്കാട് നിന്ന് അറിയും. ഓൾ കേരള എന്നെ അറിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ വെച്ച് കാറിൽ പോയാലും ഗോൾഡ് മാൻ വിളിക്കുന്നത് ഒരു സന്തോഷം. പിന്നെ എവിടെ പോയാലും ഗോൾഡ് മാൻ എന്ന് പറഞ്ഞിട്ട് കാറിൽ കയറുന്നവരൊക്കെ. എനിക്കൊരു ഇൻസിഡൻ്റ് ആയത്, ഞാൻ 12:30 ഈ കാസർഗോഡിൻ്റെ ഫ്രണ്ടിൽ വൈറ്റ് ആൻഡ് വൈറ്റ് ആയിരുന്നു ഇട്ടത്. കംപ്ലീറ്റ് വൈറ്റ് ഗ്ലാസ് വൈറ്റ് അല്ല, അങ്ങനെ പിടിക്കുള്ളൂ. വൈറ്റിട്ട് ഞാനിങ്ങനെ നിന്നപ്പോഴേക്കും എന്തൊക്കെ ആലോചിച്ചിങ്ങനെ ഇരുന്ന് നിന്നപ്പോഴേക്കും ഒരു ബെൻസ് കാറിലൊരു വൈറ്റ്, പ്യുവർ വൈറ്റ് നല്ലൊരു ബ്യൂട്ടി ലേഡി വന്നപ്പോൾ നമ്മൾ നോക്കുമല്ലോ, ബെൻസ് വൈറ്റ് രാത്രി ബ്യൂട്ടിഫുൾ ലേഡി എന്ന് ഇറങ്ങിയിട്ട് ഒരു സെൽഫി എടുത്തോട്ടെന്ന് വെച്ചു. അപ്പോൾ അതും കത്തി കൊള്ളാം, ഞാൻ സൂപ്പറായി എന്നുള്ളത്. അപ്പോൾ ഞാൻ പുറയിൽ വെച്ച് അസീന്ന് തന്നെ സുന്ദരൻ അസീഡ് ചോദിച്ചു, ഇത് നിങ്ങളെ നോക്കിയിട്ടാണ് കൈ കാണിച്ചതെന്ന് വെച്ചു. കടക്കാരോട് ചോദിച്ചു, നിങ്ങളെ നോക്കിയിട്ടാണ് കൈ കാണിച്ചത്? അല്ല, ചേട്ടൻ തന്നെ ഇരുന്നുണ്ട്. എനിക്കത് വിശ്വസിക്കാൻ പറ്റാത്തതാണ്. ഒരു രാത്രി ഒരു പെൺകുട്ടി വന്ന് സെൽഫി എടുത്തിട്ട് പോകും. ഞാൻ വേറെ വല്ലവരാണെങ്കിൽ നമ്പർ മേടിച്ചാൽ ഇൻഷായിട്ട് എനിക്കങ്ങനെ ഒരു അങ്ങനെ ബൾബ് കത്താറില്ല, എനിക്ക് അങ്ങനെ ഒരു ഐഡിയ ഇല്ലാത്തൊരാൾ. സെൽഫി എടുക്കുന്നു, പോകുന്നു. ഇത് സ്ഥിരം സംഭവം നടക്കാറുണ്ട്. ഞാൻ മീൻ മേടിക്കാൻ പോയാൽ അപ്പോൾ സെൽഫി, ഓണേഴ്സ് എല്ലാവരും 4 പേരും വന്ന് സെൽഫി എടുക്കും. പിന്നെ പണിക്കാർ വരും, എന്നിട്ട് എനിക്ക് മീൻ മേടിക്കാൻ പറ്റുള്ളൂ. എവിടെ പോയാലും കടയിൽ പോയാലും എവിടെ പോയാലും സെൽഫിക്ക് എനിക്ക് മീൻ മേടിക്കാൻ പോകുമ്പോൾ സ്വർണ്ണം വിട്ട് പോകുന്ന ഒരാൾ മറ്റേ നമ്മൾ ഇതിന്റെ ഐഡന്റിറ്റി ആക്കി കളഞ്ഞല്ലോ. അതെ അതെ, ഈ സ്ത്രീകൾക്കാണ് സ്വർണ്ണം എന്ന് പറഞ്ഞാൽ. ഇതിടാതെ പോയി കഴിഞ്ഞാൽ എല്ലാവരും പറയും ഇട്ടിട്ട് പോകാന്ന് പറയും, ഇട്ടിട്ടും വന്നാൽ മതി എന്ന് പറയും. ഞാനിപ്പോൾ ഇതെനിക്ക് ഇട്ടിട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇത് ഓക്കെ എന്ന് തോന്നി, എനിക്ക് തോന്നി കൊള്ളാം. ഓക്കെ, അതേപോലെ സ്ത്രീകളാണ് ഇപ്പൊ നമ്മൾ സീരിയലിനകത്തേക്ക് സ്ത്രീകളെ കാണാറില്ല, അവർ ഉറങ്ങുമ്പോഴും സ്വർണ്ണം വിട്ടോണ്ട് ഉറങ്ങുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കോമഡി പറയട്ടെ, അതായത് ഇതായിട്ട്. പക്ഷെ ഇത് ഇട്ടിട്ട് ഇപ്പം ഇത്രയും കയ്യിലൊക്കെ ഇട്ടിട്ട് എങ്ങനെയുണ്ടായിരുന്നൊരു ആദ്യകാലങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നോ അതോ ഇപ്പോഴാണ്? വെയിറ്റ്, എനിക്ക് ശരീരം 120 kg ഉള്ളതുകൊണ്ട് വെയിറ്റ് ഒരു പ്രശ്നമാണ്. വെയിറ്റ് ഉണ്ട്, അതിനൊക്കെ വെയിറ്റ് ഉണ്ട്. ഇത് ഇൻവിക്ട എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ ബ്രാൻഡ്, ഇത് വെയിറ്റ് ഉണ്ട് സാധനത്തിന്. ഈ വെയിറ്റുള്ള സാധനം ഇട്ട് കഴിയുമ്പോൾ നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാകാറുണ്ട്. ഇന്നത്തെ കാലത്ത് കംഫോർട്ടിനാണുള്ള പ്രധാനം. അപ്പം ആ കംഫോർട്ട് ലെവൽ കുറച്ചൊന്ന് മാറും. പക്ഷെ ഞാൻ കംഫോർട്ടിനെക്കാളും സ്റ്റൈലിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, ഓരോരുത്തരുടെ ഇഷ്ടം. തീർച്ചയായിട്ടും അതും കൂടെ അംഗീകരിക്കുന്നതാണല്ലോ ഒരു ഇത്. ഇപ്പൊ ഞാൻ പറയാം, തമിഴിലെ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള വില്ലന്മാരെയൊക്കെ കാണിക്കൂലേ, തമിഴിലെ വില്ലന്മാരെ കാണിക്കുമ്പോൾ ഇതുപോലെ ഗോൾഡ് കണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഇൻസ്റ്റയിൽ കുറെ ആളുകൾ ഇങ്ങനെ നോർത്തിൽ നിന്നൊക്കെ ഉള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ കുറെ പേരുണ്ട് ഇങ്ങനെ ഈ ടൈപ്പ്. ഞാൻ അവരൊന്നും കോപ്പി അടിച്ചിട്ടില്ല, എനിക്ക് കോപ്പി അടിക്കുന്നതേ ഇഷ്ടമല്ല. ഞാനിപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഇപ്പോഴും പറയാം, പുഴ പോലെ ഒഴുകും, പെണ്ണിനെ പോലെ തന്നെ ആയിരിക്കാൻ ഇഷ്ടം ആവുകയും അത് തന്നെ. ഒരാളെ അംഗീകരിക്കാൻ ഇഷ്ടമല്ല. ഓക്കെ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഈ തോക്ക് വജ്രമാണോ ഡയമണ്ട് ആണോ? ഇത് തോക്കൊരു പ്രത്യേക ഒരു ഘടകമാണ് ജീവിതത്തിൻ്റെ, എല്ലാവരും ജീവിതത്തിൽ. തോക്കില്ലാത്തൊരു ലോകത്തെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. തോക്കില്ലാത്തൊരു ലോകത്തെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ട്രംപിൻ്റെ കയ്യിലൊരു തോക്ക്, അമേരിക്കക്കാരുടെ എല്ലാവരുടെയും കയ്യിലൊരു തോക്കുണ്ട്. അപ്പം എൻ്റെ കയ്യിലിരിക്കട്ടെ ഒരു തോക്കെന്ന് വെച്ചു. അങ്ങനെ തോക്ക് ഒരു രസമല്ലേ തോക്ക്. AK-47 എന്ന് പറഞ്ഞാൽ AK എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡയമണ്ട് ഒന്നും അല്ലല്ലോ. ഡയമണ്ട് അല്ല, അങ്ങനെ ഒരു അല്ല ഞാൻ ചോദിക്കുകയെന്ന് വെച്ചാൽ അതും ഒരു സ്റ്റൈലാണ്. സ്റ്റൈല് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ആളുകൾ നമ്മൾ ഈ തോക്കാണ് വേറൊരു എന്നെ മാറ്റി നിർത്തുന്നത്. കാരണം എല്ലാവരും തോക്ക് കാണുമ്പോഴേ പ്രത്യേക അത്ഭുതം. ഗുണ്ടയാക്കിയാലും ഞാനൊരു ഗുണ്ടയല്ല. തോക്കൊക്കെ എന്നെ ഗുണ്ടയായിട്ട് അംഗീകരിച്ചെന്ന് പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ഗുണ്ടയല്ല, ഗുണ്ടയാകാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു സാധാരണക്കാരൻ കൊച്ചിയിലെ പാവം ഒരു അച്ഛൻ്റെ അമ്മയുടെ ലാസറേട്ടൻ്റെ അമ്മയുടെ പേര് എങ്ങനെയാ? ലില്ലി എന്നാണ് അമ്മയുടെ പേര്. ലില്ലിയുടെ ലാസറിന്റെ മകനായിട്ട് ഇങ്ങനെ ഞാൻ തിളങ്ങിക്കാൻ ഒട്ടും ആഗ്രഹിക്കാത്ത ഒരാളാണ്. ഒരു പണ്ട് പറഞ്ഞാൽ ഒരു ഫോട്ടോ, കല്യാണ ഫോട്ടോകളിലൊന്നും ഞാൻ കയറിയിരിക്കില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയ സൗന്ദര്യമൊന്നുമില്ല എന്നുള്ള ബോധം. ചേട്ടന്മാരുടെ കല്യാണമൊക്കെ കാറ്ററിങ് ഞാനായിരുന്നു. അപ്പോൾ കാറ്ററിങ് നടത്തിയിരുന്നു ഒരു കാര്യമായിട്ട്. അപ്പോൾ ഞാൻ ആ സമയത്തൊന്നും ഫോട്ടോയിലൊന്നും നിൽക്കില്ല. കാരണം എനിക്ക് അത്ര ഭംഗി ഇല്ല എന്നുള്ളൊരു തോന്നലാണ്. കാരണം ഫോട്ടോയിലിരിക്കാൻ താല്പര്യമില്ലായിരുന്നു എനിക്ക്. പക്ഷെ ഇപ്പോൾ ഫോട്ടോയിൽ നിന്ന് ഇറങ്ങാറില്ല.
അതൊരു ഈ എല്ലാ ചക്രങ്ങളും കറങ്ങിക്കൊണ്ടിരിക്കുന്നില്ല, കറങ്ങി എത്തേണ്ടടുത്ത് എത്തും എന്നുള്ളതാണ് അതിൻ്റെ അല്ലേ. പണ്ട് ഇതിപ്പോൾ പറയുമ്പോൾ എനിക്ക് എന്നെ ഓർമ്മ വരുന്നത് +2 നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഫോട്ടോ എടുക്കുമല്ലോ, ഫോട്ടോ ഒന്നും നിൽക്കത്തില്ല, കാരണം നിറത്തിൻ്റെ പേരിൽ ഭയങ്കര ഇതുള്ളതുകൊണ്ട് ഭയങ്കര ചമ്മലൊക്കെ ആയിട്ട് നമ്മൾ മാറി നിൽക്കത്തില്ല. പക്ഷെ ഇപ്പം എന്നെ തട്ടിയിട്ട് നടക്കാൻ വേല സ്ക്രീനിൽ ഞാൻ എപ്പോഴും ഞാൻ ഓർക്കുമ്പോൾ അതങ്ങനെയാണ്, അങ്ങനെയാണ് ആ ചക്രം കറങ്ങി രാശിയിലേക്ക് വന്നിരിക്കും. എല്ലാവർക്കും ഉണ്ട് രാശി, ഏതൊരു മനുഷ്യനും ദൈവം ഒരു രാശി വെച്ചിട്ടുണ്ട്. ഗോൾഡ് മാൻ കല്യാണം കഴിച്ചോ? ഇല്ല, സിംഗിളാണ്. സിംഗിൾ ലൈഫ് എൻജോയ് ചെയ്യാണ്. സിംഗിൾ ലൈഫ് അടിച്ചുപൊളി. അത് വ്യത്യസ്തതല്ലേ, അതൊരു വലിയ വ്യത്യസ്തതല്ലേ. കാരണം അറിയോ, സിംഗിൾ ലൈഫ് ഏകാന്തത എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഒറ്റയ്ക്ക് നല്ലൊരു ദിവസം, ഉദാഹരണമെങ്കിൽ വലിയൊരു ഫെസ്റ്റിവൽ നടക്കുന്നത്, ക്രിസ്മസോ, ഞാൻ ക്രിസ്ത്യാനിയാണ്, ആ സമയത്ത് ഒറ്റയ്ക്ക് ഇരിക്കാന്ന് പറഞ്ഞൊരു സുഖവും. എല്ലാവരും ഫാമിലി ആയിട്ടല്ലേ ഇരിക്കുന്നത്? ഇത് ഒറ്റയ്ക്ക് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു സുഖമാണല്ലേ. പിന്നെ ഒറ്റയ്ക്ക് കടലോരത്തൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ, അവർ പ്രത്യേക ഒരു ജീനിയസ് ആയിരിക്കും അവരൊക്കെ. കാരണം അവർക്കൊരു ഏകാന്തത ഇഷ്ടപ്പെടുന്നത്, അങ്ങനെ കേട്ടിട്ടുണ്ട്. ഞാൻ ജീനിയസാന്ന് പറഞ്ഞു വെക്കാനല്ല ഉദ്ദേശിച്ചത്. അല്ല, ജീനിയസ് ആണ്. നമ്മളെല്ലാത്തരും എല്ലാ തരത്തിലും മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യാണ്ടിരിക്കുവാണെങ്കിൽ നമ്മൾ ജീനിയസ് ആണ്. മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ അത്ര ഇതില്ലല്ലോ നമുക്കെന്നുള്ളതാണല്ലോ. അതല്ലെങ്കിൽ നമ്മൾ ഓക്കെയാണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ കല്യാണം എന്നുള്ളത് ലൈഫിൽ നടക്കാത്തതാണോ അതോ? അല്ല, ഞാൻ ഈ കാര്യം പറയാം. ഒരു കുഞ്ഞുണ്ടാവുന്നു, കുഞ്ഞിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ കടന്നു വന്നു. 18-നും 20-നും 25-നും 30-നും ഇടയിൽ 30-ന് കാലം അല്ലെങ്കിൽ ലോകം കൽപ്പിച്ചൊരു സമയമാണ് വിവാഹം. ആ സമയത്ത് നടക്കാതെ പോയി. ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ 8 മക്കളാണ്. അപ്പോൾ ഓരോരുത്തരുടെ ടേണും ഓരോരുത്തരുടെ ഇതും കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ അനിയൻ ഓവർടേക്ക് ചെയ്തപ്പോൾ 3 കല്യാണം ഒരുമിച്ച് വന്നു. അങ്ങനെ വീട്ടിലിങ്ങനെ ഒരു വാറ് 3 പെണ്ണുങ്ങൾ വന്നപ്പോൾ സ്വാഭാവികം എല്ലാ കുടുംബങ്ങളുണ്ടാകും ഒരു വാറും പ്രശ്നങ്ങളും. അതിനിടയിൽ അമ്മ വിട്ടു, അമ്മയിൽ ദൃക്സാക്ഷിയായിട്ട് പെട്ടു. അമ്മ ചില ആൾക്കാരുടെ വശംബദമായിട്ട് അവർ പറഞ്ഞ മാത്രം കേൾക്കും. അങ്ങനെ കുടുംബത്തിൽ ഒരു കലക്കം സംഭവിച്ചു. ഈ കലക്കത്തിൻ്റെ പ്രശ്നങ്ങൾ തീരുന്നില്ല. അത് തീരാതെ എനിക്ക് എങ്ങനെ കല്യാണം ഇവരാലോചിക്കും. അപ്പം ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ടേൺ വരുമെന്നും പറഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്ത് മണ്ടത്തിൽ വയ്പ്പിക്കും. ഇന്നൊരു പെണ്ണിനെ കിട്ടാനൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എനിക്ക് ചില പോളിസികളുള്ളതുകൊണ്ട് ആ പോളിസി മുമ്പോട്ട് വെച്ചതുകൊണ്ട് ഞാനിങ്ങനെ ഏകാന്തനായിട്ട് ജീവിക്കുന്നു. അപ്പോൾ വീട്ടുകാരുടെ സാഹചര്യത്തിൽ എല്ലാവരെ പോലും കല്യാണം കഴിപ്പിച്ചു തരും എന്നുള്ളൊരു വ്യാജ ചിന്തയിൽ ഞാൻ നിന്നുപോയി. പോളിസി നമ്പർ 1 ഫാമിലി കണ്ടെത്തുന്ന പെണ്ണിനെ കല്യാണം കഴിക്കും. അതെ. അപ്പം അത് നടന്നില്ല. നടക്കാതെ വന്നപ്പോഴേക്കും പ്രായമേറിയപ്പോൾ ഒരു പെൺകുട്ടീനെ കണ്ടെത്തി, ഒരു ഫാത്തിമ എന്ന പെൺകുട്ടീനെ. അത് യാദൃശ്യമായിട്ട് എൻ്റെ സുഹൃത്ത് എൻ്റെ ബിസിനസ് പരമായിട്ട് ആ വീട്ടിൽ ചെന്നു. ബിസിനസ്സല്ല, ഒരു വ്യാജ ഡോക്ടർ, ഒരു തിരുമ്പലുകാരനായിരുന്നു. റിഫ്ലക്സോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ് അദ്ദേഹത്തിന് ആ സ്ഥാപനം ചൂണ്ടിക്കാണിച്ചു കൊടുത്തത്. എന്നിട്ട് വേറൊരു കൈമൾ അടുത്ത് പോയിട്ട് ഈ വിദ്യകളൊക്കെ പഠിച്ച് കൈമൾ സാറിട്ട് പണി കൊടുക്കാന്ന് പറഞ്ഞാൽ അയാൾക്ക് വലിയൊരു മറ്റേ ദിലീപിൻ്റെ കിങ് ലെയർ, അങ്ങനത്തെ ഒരു കിങ് ലെയർ ആയിരുന്നു. നമ്മളിങ്ങനെ തോളത്ത് കൈയിട്ടിട്ട് പിടിച്ച് സ്നേഹിച്ചിട്ട് പൊന്നുമോനെ പിറക്കാതെ പോയ മകനാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പുറത്ത് പോയിട്ട് കുന്തം വെച്ച് കുത്തിക്കൊള്ളുന്ന കട്ടപ്പയായിരുന്നു ആൾ. അപ്പോൾ ഈ കട്ടപ്പ ആദ്യ കാലഘട്ടങ്ങളിൽ കട്ടപ്പയുടെ കൂടെ ഇപ്പോൾ കുറേ ആൾക്കാർ പരിചയപ്പെട്ടു. ആ കൂട്ടത്തിൽ ഫാത്തിമയുടെ വീട്ടിലും പോയി. അങ്ങനെ അവർക്കൊരു സോറിയാസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ ആ വീട്ടിൽ ചെന്നു. ആ സോറിയാസിൻ്റെ അസുഖത്തിന് അയാൾ ട്രീറ്റ് ചെയ്തു. പിന്നെ കുറച്ചാൾ അയാൾ അപ്രത്യക്ഷനായി. അപ്പം അവരൊരു നല്ലൊരു ബന്ധം സ്ഥാപിക്കേണ്ടി വന്നു എനിക്ക്. ആ പെൺകുട്ടിക്ക് ഒരു സാധനം വാഗ്ദാനമായിരുന്നു. അത് വരക്കുന്ന കുട്ടിയായിരുന്നു, എച്ചിങ്ങിൻ്റെ ഒരു സാധനം. അത് 2 വർഷമായിട്ട് അയാൾ പറ്റിച്ചുകൊണ്ടിരിക്കണം. ഇപ്പം തരാം. അതാണ് അയാളുടെ സ്ഥിരം നമ്പർ. അപ്പോൾ ഞാൻ ചോദിച്ചോടോ ടോമി, ഞാൻ അതും പറയും സ്ഥലവും, ടോമി ആ സാധനം അയാൾ ഡോക്ടർ തോമസ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ, ഖത്തറിയുടെ വില അയാളോട്. അപ്പോൾ അയാൾ പറഞ്ഞു അത് സാധനം തട്ടിൻ്റെ പുറത്താണ്. ഞാൻ തട്ടിൻ്റെ പുറത്തുനിന്ന് 2 വർഷമായിട്ട് ഇറക്കാൻ പറ്റില്ല, അതൊന്ന് കസരിട്ട് കയറി എടുക്കുന്നു. എടാ അത് ആ സാധനം ഇവിടെ കിട്ടുമോ വെച്ചാൽ അവന് ഫിയോണക്സി കിട്ടില്ല, അന്നത് മേടിച്ചു കൊടുക്കാൻ പറ്റും. ഞാൻ പിറ്റേ ദിവസം സാധനം മേടിച്ചു കൊടുത്തു എൻ്റെ കയ്യിലൊക്കെ വെച്ചിട്ട്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ റിയൽ മാനാണ്. എനിക്കങ്ങനെ ഒരാളുടെ ആഗ്രഹം പെട്ടെന്ന് പൂർത്തിച്ചു കൊടുക്കും. പിന്നെ അവരോരോ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ എൻ്റെ കഴിയിൽ പെട്ടതോട്ട് കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ സത്യസന്ധനാണ്, ഞാൻ കാര്യങ്ങൾ നടക്കാൻ കൊള്ളാവുന്നതിനാണ് തോന്നി. അങ്ങനെ ഈ പെൺകുട്ടി എന്നെ നോക്കി നിൽക്കുമ്പോൾ ഞാൻ എന്താ ഈ പെൺകുട്ടി എന്നെ തന്നെ നോക്കുന്നു. അപ്പോൾ കാറ്ററിംഗ് ഉണ്ടായിരുന്നു ഞാൻ സമയത്ത്. ഞാൻ കാറ്ററിംഗ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് പെണ്ണിനെ ചെക്കനെ കണ്ടത് ഞങ്ങളിതൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു ദിവസം ഈ പെൺകുട്ടി ഭയങ്കരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. ശരി ഉണ്ട്, ചെയ്തുണ്ട്, നല്ലൊരു രസമാണ് സംസാരമൊക്കെ. അപ്പോൾ പിന്നെ അന്ന് ഞാൻ ഫോൺ ചെയ്യുന്ന കണ്ണടച്ച് ചെന്നിട്ട് വോയിസ് ചാറ്റ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് ഒരു പ്രത്യേക ശൈലിയിൽ വിളിക്കുള്ളൂ. അങ്ങനെ അങ്ങനെയല്ല, ഞാൻ എൻ്റെ സ്റ്റൈലിൽ ഞാനിങ്ങനെ ആ വീട്ടിൽ വന്ന്
അപ്പോൾ അവർ പറഞ്ഞു പുള്ളിയുടെ കൂട്ടത്തിൽ വരുന്ന എല്ലാവരും അടുക്കള വരെയും കയറും, പുള്ളി ഇവിടെ വന്നിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു, ഒരു ഗ്ലാസ് വെള്ളം തരുമോ, അച്ചടി ഭാഷയിലൊക്കെ സംസാരിക്കുന്ന ഒരാൾ. അപ്പോൾ അവൾ പറയണം അച്ചടി ഭാഷയിലേ സംസാരിക്കുള്ളൂ, എന്തോ അങ്ങനെയാണ്. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം തരുമോ നോക്കുന്ന ആ ഒരു രീതികളും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ഒരു കോളിങ്ങായി, അത് ബന്ധങ്ങളും ഭയങ്കര ബന്ധം. അവൾക്ക് ഏജ് ഡിഫറൻസ് വന്നതുകൊണ്ട് ഞാനൊരു നല്ലൊരു വാത്സല്യം കൊടുത്തു. അവൾക്ക് നല്ലൊരു ഇഷ്ടം ഉണ്ടായിരുന്നു വീട്ടുകാർക്ക്, അമ്മക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ബ്യൂട്ടിഫുൾ ലേഡി ആയിരുന്നു, പെരുമാറ്റമൊക്കെ നല്ലതായിരുന്നു, നല്ല ക്യൂട്ടായിരുന്നു. ആ ഭാഗത്തെ ഒരു താരം തന്നെയാണ് ആ കുട്ടി. ആരും വന്നാലും പ്രത്യേകം നോക്കുമായിരുന്നു. അങ്ങനെ അത് പോയി എൻ്റെ കയ്യിൽ നിന്ന് പോയി. അത് അൺലക്ക് പോട്ടെ, അവളെവിടെയെങ്കിലും നന്നായിട്ട് ചോദിച്ചോട്ടെ. തീർച്ചയായും ആ ഒരു മൈൻഡ് ഉണ്ടല്ലോ, അത് ഭയങ്കര മൈൻഡാണ്. വേറെ വല്ലവരായെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഈ 28 വർഷത്തുള്ള അസുഖം ഞാനായി മാറ്റി കൊടുത്തത്. ഞാൻ വൈദ്യരായതുകൊണ്ടല്ലോ. എൻ്റെ ഒരു പരിചയക്കാരൻ ഡോക്ടർ ഉണ്ടായിരുന്നു, സിദ്ധവൈദ്യൻ. അയാളൊരു അഗ്രഹണ്യനായി മരിച്ചുപോയി. അദ്ദേഹം പറഞ്ഞു എൻ്റെ ഇവൻ സൂപ്പറാണ് കേട്ടോ, ആ വീട്ടിലെ ഏറ്റവും സൂപ്പറാണ്, ഇവനെ നിങ്ങൾ എടുത്തു, നല്ല വേനാണ് അയാളെന്നാണ്, ഇവനെ വിശ്വസിക്കാട്ടാന്ന്, ഇവൻ ഗുഡാണെന്നാണ്. അപ്പോൾ ഞാൻ ഇവന് വേണ്ടി മാറ്റിത്തരും, 2 വർഷം എടുക്കും, പക്ഷേ ഞാൻ 2 മാസം മാറ്റിത്തരാമെന്നാണ് ഞാൻ സജസ്റ്റ്. ഡോക്ടർ എത്ര പെട്ടെന്ന് ഇവളെന്നെ വിളിച്ച് ശല്യപ്പെടും. ഞാൻ കാറ്ററിങ്ങിൽ ചിലപ്പോൾ പ്ലേറ്റൊക്കെ കഴുകുണ്ടാവും. പ്ലേറ്റ് കഴുകുന്നുണ്ടെങ്കിൽ പിള്ളേർ ഇട്ടിട്ട് പോകും, 10,500 പാത്രങ്ങൾ ഇട്ടിട്ട് പോകുമ്പോൾ ഞാൻ കഴിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഇവിടെ ഉമ്മച്ചി ഇങ്ങനെ ഇതായിട്ട് ഇരിക്കുന്നത്, ചതമ്പല പോലെ പോയിക്കൊണ്ടിരിക്കുന്നത്, അടിച്ചിടിച്ച് പോയിട്ടു, നിനക്കൊരു ഉത്തരവാദിത്തമില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കുറേ വഴക്ക് പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ കൊല്ലത്ത് നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞു. കുറേ വഴക്ക് കേട്ട് കൊല്ലത്ത് പോയി വന്നു. അവർ നിരാശപ്പെട്ടിരുന്നപ്പോൾ ഞാൻ ഒരാളുണ്ട്, ഉറപ്പ് ഞാൻ പറയില്ല, നല്ല ഡോക്ടറാണ്, നമുക്കത് പോയി നോക്കാമെന്നാണ്. അപ്പോഴേ ഡോക്ടർ വാഗ്ദാനം കൊടുത്തു, 2 മാസത്തിനുള്ളിൽ മാറ്റി കൊടുത്തു. ഭയങ്കര അത്ഭുതം. പെൺകുട്ടിക്കായിരുന്നു അസുഖം? അല്ല, പെൺകുട്ടിക്കല്ല, പെൺകുട്ടിയുടെ അമ്മക്ക്. ഓക്കെ. അങ്ങനെ അസുഖം മാറ്റി കൊടുത്തു. അത് ഭയങ്കര എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നി. നല്ലൊരു ഡോക്ടറായിരുന്നു, അയാൾ മനസ്സറിഞ്ഞ് ചെയ്ത സിദ്ധവൈദ്യന്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, അത് വലിയ കാര്യമാണ്. അവരെവിടെയെങ്കിലും സുഖമായിട്ട് ജീവിക്കട്ടെ, അത് പറയാൻ വളരെ കുറച്ച് ആളുകൾക്ക് പറ്റുള്ളൂ. പറയാം, നമ്മളൊരു ആക്സിഡന്റ് പറ്റിക്കന്നെ, ഇപ്പോൾ കാർ ഡ്രൈവിങ്ങിലോ അല്ലെങ്കിൽ ബസ് എന്തെങ്കിലും ഡ്രൈവിങ്ങിൽ നമുക്കൊരു അവിടെ നമ്മളെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ കാർ എടുക്കില്ല ചിലർ. എൻ്റെ കുറേ കൂട്ടുകാരുണ്ടാകുന്ന ബൈക്കിൽ പോലും കയറില്ല. അപ്പോൾ അത് അവർ പ്രായമായി കഴിഞ്ഞാലും അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് മനസ്സിലേക്കുന്ന ആഘാതമാണ്. എന്ന് പറഞ്ഞാൽ എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരും വിശ്വസിക്കുന്നു, സ്നേഹിക്കുന്നു, ഭയങ്കരമായിട്ട് ആത്മാർത്ഥത എൻ്റെ ജീവിതത്തിൽ. ആത്മാവിൻ്റെ അർത്ഥമാണ് അത് ഞാൻ എപ്പോഴും എല്ലാവർക്കും കൊടുക്കാറുണ്ട്. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ലവാണ്. ലവിൻ്റെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ലേൺ ചെയ്യുക എന്നുള്ളതാണ്. സെക്കൻഡ് എന്താണ് ഓബ്സർവേഷൻ ചെയ്യുക എന്നുള്ളത്. തേർഡ് വെരിഫൈ ചെയ്യുക എന്നുള്ളത്. ആ 3ഉം കറക്റ്റ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു എൻജോയ്മെൻ്റ് ഉണ്ട്. അതാണ് ജീവിതം. എല്ലാവരും സുഖത്തിന് വേണ്ടി ലേൺ ചെയ്യണം. ഇപ്പോൾ ശരണ്യനെ ഞാൻ ലേൺ ചെയ്തു, ഇന്നലെ ഞാൻ നെറ്റ് ലേൺ ചെയ്തു, ശരണ്യ എന്നെ ലേൺ ചെയ്തു, പിന്നെ എന്നെ നിരീക്ഷിച്ചില്ലേ, ഇപ്പം എന്നെ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കണല്ലേ. നമ്മളെ ബന്ധപ്പെടില്ലേ, എന്തിലും ഒരു റിലേ ചെയ്യുന്നുണ്ട് അല്ലേ. റിലേഷൻഷിപ്പിൽ ഒരു റിലേ വേണം. അത് ലവ് ആയിരിക്കണം, അത് ബിലീഫായിരിക്കണം, അത് ട്രൂത്തായിരിക്കണം. ഇപ്പം ട്രൂത്തും ഇല്ലെങ്കിൽ ലവ് ഇല്ലെന്നുള്ള. ഇപ്പോൾ ഒരു നമ്മൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് എടുത്താലും പാർട്ട്ണർഷിപ്പ് എടുത്താലും എല്ലാത്തിൻ്റെ അടിസ്ഥാനം ബിലീഫും ട്രൂത്താണ്. ഇത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലവ് ഇല്ല അവിടെ. എനിക്കെപ്പോഴും യേശുക്രിസ്തുവിനെ കോട്ട് ചെയ്യാൻ ഇഷ്ടമാണ്. യേശുക്രിസ്തു എൻ്റെ ഒരു ആത്മീയ ഗുരുവാണ്. ദൈവമായിട്ടല്ല കണക്കൂടുന്ന ഒരു ആത്മീയ ഗുരു. ഞാൻ കാണുന്ന ദൈവം എന്ന് പറഞ്ഞാൽ കോസ്മിക് പവറിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഇതെല്ലാം വയലാർ രാമവർമ്മ എഴുതിയ പോലെ മതങ്ങൾ മനുഷ്യരുണ്ടാക്കി എന്ന് പറഞ്ഞ പോലെ ഈ മതങ്ങളുടെ ഉള്ളിലൊരു സത്യങ്ങളുണ്ട്, വേദങ്ങളുടെ ഉള്ളിലും എല്ലാത്തിനും ഒരു സത്യമുണ്ട്. അത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ഒരു സ്വർഗീയ പിതാവ് പറയണത് കേട്ടനുസരിക്കുന്നത്. മത്തായി 5:6-7 എന്നുള്ള ബൈബിളിൽ പ്രധാനപ്പെട്ട വാക്യങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആത്മാവിൽ ദരിദ്രര്, നീതിക്ക് വേണ്ടിയുള്ള ദാഹം, നീതിക്ക് വേണ്ടിയുള്ള ദാഹം, നീതിക്ക് വേണ്ടിയുള്ള ദാഹം അതുണ്ടായിരിക്കണം. ഓരോ തേഴ്സ്റ്റ് ഉണ്ടായിരിക്കണം മനുഷ്യന് നീതിക്ക് വേണ്ടി. അപ്പോൾ നമ്മൾ ഒരു സെൽഫിഷ് ആവില്ല, മറ്റുള്ളവർക്ക് വേണ്ടി പകരക്കാനായിട്ട് നിന്ന് കൊടുക്കും. അങ്ങനെ എൻ്റെ ലൈഫൊക്കെ പോയിട്ടില്ല. അപ്പോൾ ഈ ഒരു ഇൻസിഡന്റോട് കൂടിയിട്ടാണ് സ്ത്രീകളെ ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മനുഷ്യരും ഫുഡാണ്. അതെനിക്കറിയാം. എന്നോട് രാത്രി മെസ്സേജ് അയച്ചു, ഞാനേ ഇപ്പം ഇവിടെയാണ് നിൽക്കുന്നത്, രാത്രി 3 മണി, ഞാൻ നോക്കുമ്പോ ഫുഡ് അടിക്കാൻ വന്നതാണെന്ന്. അപ്പൊ എന്നോട് സംസാരിച്ചപ്പോഴും പറഞ്ഞു ഞാൻ അവിടെ വന്ന് ഹോട്ടലില് നല്ല ബീഫ് കിട്ടും. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേടിച്ചിട്ടില്ലേ? തീർച്ചയായും ഫോണോട്ടാ. അതേ രാത്രി. പിന്നെ വേറെ കാര്യമുണ്ട്, അവിടെ 4 മണിക്ക് ഓപ്പൺ ചെയ്യുള്ളൂ രാത്രി, വെളുപ്പിന് 4 മണിക്ക്. അത് കഴിക്കാനാണ് വരുന്നത്. അത് കഴിക്കാനുണ്ട്. അത് കേറ്ററിംഗിന്റെ ഇതാണോ അതോ ഫുഡാണോ ഏറ്റവും ഭയങ്കര? ഫുഡ് എന്ന് പറഞ്ഞാൽ അമ്മ ചെറുപ്പത്തില് നല്ല ഭക്ഷണം ഉണ്ടാക്കി തരുമായിരുന്നു. അങ്ങനെ അത് കഴിച്ചിട്ട്
അന്നത്തെ കാലത്തുള്ള വിഭവങ്ങൾ, ആ ചെറുപ്രായത്തിലുള്ള വിഭവങ്ങളൊക്കെ വളരെ ലിമിറ്റഡ് ആയിരുന്നല്ലോ. വീട്ടിലൊരു പരിപ്പ് കറി ഉണ്ടാവും, ഒരു മുട്ടക്കറി ഉണ്ടാവും, ഒരു മുട്ട വറുത്ത ഉണ്ടാവും, ഒരു തക്കാളി കറി ഉണ്ടാവും. വളരെ ലിമിറ്റഡ് വിഭവങ്ങളില്ലേ ക്രിസ്മസിനൊക്കെ അല്ലേ. എന്തെങ്കിലും ഒരു additional ഓണം പോലുള്ള ഇന്നിപ്പോൾ എല്ലാ കുറേ ഹോട്ടലുകൾ തുറന്നു വെച്ചിട്ടുണ്ട്. ഈ ഇന്നും സത്രം ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഹോട്ടായിട്ട് കൊടുക്കണം അല്ലേ. ഈ ആരോ ഹോട്ടായിട്ട് കൊടുക്കുന്നത്, വീട്ടിൽ നല്ല ചൂട് സാധനം കിട്ടുമ്പോൾ അടിച്ചങ്ങോട്ട് വിടില്ലേ. എല്ലാത്തിനും അർത്ഥങ്ങളുണ്ട്. എല്ലാം നമ്മൾ ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. ഒരു പൂവെന്ന് പറയാല്ലേ, ഒരു റോസാ പൂവെന്ന് പറയാം, റോസാ പുഷ്പം എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം എന്താ? അപ്പോൾ ആധികാരികത കൂടിയില്ലേ. റോസാപ്പൂ, റോസാ പുഷ്പം എന്ന് പറയുമ്പോൾ എല്ലാത്തിനും ആധികാരികമായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞത്. നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോഴും നമ്മൾ മനസ്സിലാക്കി എടുക്കുമ്പോഴും എന്തും ഞാൻ അറിവിൻ്റെ തലത്തിൽ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. നോളജ് ഈസ് പവർ എന്നുള്ളതാണ്. ഡ്യൂ ടു ഈവിളാവുന്ന ഇഗ്നോറൻസ്, അറിവില്ലായ്മ. അപ്പം നമ്മൾ അറിവും തിരിച്ചറിവും ഉണ്ടായിരിക്കണം അല്ലേ. തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ എന്ത് പോലും സോറി അങ്ങനെ ആൾക്കാർ ചിന്തിക്കും. തിരിച്ച് അറിയുന്നതിന് തിരിച്ചറിയുന്ന പറയണം. ഇപ്പോൾ ശരണ്യനെ ഞാൻ തിരിച്ച് അറിഞ്ഞുകൊണ്ടിരുന്നതിന് അത് തിരിച്ചറിവായി ശരണ്യനെ കുറിച്ചുള്ള. അപ്പോൾ തിരിച്ചറിവ് ഉണ്ടായിരിക്കണം മനുഷ്യന്. നോളജ് ഇസ് പവറാണ്. ദാറ്റ് ഇസ് വിസ്റ്റത്തിലേക്ക് നയിക്കും, ജ്ഞാനിയാക്കി മാറ്റും. മനസ്സിലായി. ഭയങ്കര ഈ തല നിറച്ചും ബുദ്ധിയാണല്ലേ, ചിന്തിച്ചു കൂട്ടുന്നുണ്ടല്ലേ, ഒരുപാട് കുറച്ച് ആ ഒരു ലെവലിൽ സംസാരിക്കുന്നുണ്ടല്ലേ. ഒരു എന്താ പറയുക, ഇഷ്ടമാണ്. ഇതെങ്ങനെയല്ലേ അറിവുകൾ ശേഖരിക്കുന്നതും അറിവുകൾ പറയുന്നതും. നമ്മൾ അറിവ് പറഞ്ഞു കൊടുക്കണം ഒരാൾക്ക്. അറിവ് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അറിവ് പ്രസംഗിക്കുകയും ചെയ്യണം. പറയുക, പഠിപ്പിക്കുക, പ്രസംഗിക്കുക. അതാണ് ക്രിസ്തു കാണിച്ചിരുന്നത്. ക്രിസ്തു അറിവ് പറഞ്ഞു കൊടുത്തു ശിഷ്യന്മാർക്ക്, ശിഷ്യന്മാരെ പഠിപ്പിച്ചു കൊടുത്തു, ലോകത്തോട് പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഇതൊക്കെ എവിടുന്നാണ് ലൈക്ക് പുസ്തകങ്ങൾ വായിക്കണോ? ചെറുപ്പത്തിൽ ഭയങ്കര വായനയായിരുന്നു. അടിപൊളി സ്നേഹസേന തൊട്ട് അമർചിത്ര തൊട്ട് ഓരോ വീടുകളും തെണ്ടി നടക്കുമായിരുന്നു. ഭയങ്കര ഇഷ്ടമായിരുന്നു. ടമാർ പടാർ ഭയങ്കര ഇഷ്ടം. അതിൽ നിന്നൊക്കെ എന്നെ പിന്നെ അങ്ങനെ കയറി അങ്ങനെ അങ്ങോട്ട് സി രാധാകൃഷ്ണനും ഒ യു വിജയനും ഇങ്ങനെ കിടന്ന് അങ്ങനെ അങ്ങോട്ട് കടന്ന് വിവിധ മേഖലകളിലോട്ട് പോയിട്ട് ഒരു ചിന്തകൻ എൻ്റെ റോളിലോട്ട് പോയിട്ടുണ്ട്. കഥകളൊക്കെ എഴുതി വെക്കുമായിരുന്നു, കവിതകൾ എഴുതി വെക്കുമായിരുന്നു. എൻ്റെ അതിപ്രശസ്തമായൊരു കവിതയൊക്കെ ഉണ്ട്, സെമിത്തേരിയിലെ കുമ്പസാരം. ഞാൻ അതിപ്രശസ്തൻ ചുമ്മാ ക്രിഞ്ചിട്ട് പറഞ്ഞ സെമിത്തേരിയിലെ കുമ്പസാരം എന്ന് പറഞ്ഞു. സെമിത്തേരിയിലെ കുമ്പസാരം ഉണ്ടെങ്കിൽ ഭയങ്കര ഏക്കർ കണക്കിന് സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. കൂട്ടുകാരൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചിടുന്നു. ഒരു സുപ്രഭാതത്തിൽ മരിച്ചു. മരിച്ചപ്പോഴേക്കും 6 അടി മണ്ണിൽ കഴിഞ്ഞപ്പോഴും ഞാൻ ചത്തിട്ടില്ല. കൂട്ടുകാരൊക്കെ ഓഫീസിൻ ചെല്ലി പോയി. ഞാൻ മരിക്കാതെ കുഴിയേറയിൽ കിടക്കണേ. മഴ പെയ്തു, കോര മഴ, വെള്ളം അരിച്ചിറങ്ങി. പാമ്പും പഴുതാരൊക്കെ എൻ്റെ മേത്തിക്കൂടി ഇഴയണ്. ശ്വാസം മുട്ടണു. കല്ലറ തുറന്ന് പോകാനും പറ്റില്ല, ജീവിച്ചിരിക്കണ്ടല്ലോ അതിൻ്റെ അകത്ത്. പാമ്പും പഴുതാരൊക്കെ അറപ്പുള്ള സാധനങ്ങളൊക്കെ ഇഴയണ്. വായക്കൂടി വീണു, വെള്ളം അരിച്ചിറങ്ങുന്നു, ചീഞ്ഞളിഞ്ഞ വെള്ളം വരുന്നു. എൻ്റെ ദൈവമേ, ഇതാണ് യഥാർത്ഥ ജീവിതം എന്ന് പറഞ്ഞിട്ട് അന്തം വിട്ട് കൊന്തം വിഴുങ്ങി ഇങ്ങനെ ഇരുന്ന് എൻ്റെ വീട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മരിച്ചു. ഏറ്റു പറഞ്ഞു അവിടെ ചെയ്ത തെറ്റുകൾ. മനുഷ്യനായ തെറ്റുണ്ടെന്ന്. മനുഷ്യ തെറ്റുകളിലൊരു കൂമ്പാരമാണ്. മണ്ണല്ലേ, ഈ മണ്ണിൽ നിന്ന് എടുക്കുന്ന എല്ലാം മണ്ണായിത്തീരണം. അപ്പോൾ തെറ്റുകൾ ചെയ്യുള്ളൂ മനുഷ്യൻ. അതിന് ഒരു 10 കൽപ്പനകളല്ലേ. ഈ 10 കൽപ്പനകൾ പ്രമാണിച്ച് തന്നെ മനുഷ്യൻ ഒരു ഗുഡ് ക്വാളിറ്റി മാനായി. മറ്റവൻ്റെ മോഷ്ടിക്കരുത്, എടുക്കരുത്, നോക്കരുത്, ഇത് കളസഷ്ടം പറയുക, അങ്ങനെയൊക്കെ വരില്ലേ. അല്ലെ ഏറ്റവും കണ്ട് നിന്നെപ്പോലെ ഇതിൻ്റെ ആൾക്കാരെ സ്നേഹിക്കാനാണ്. സ്നേഹം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. മനുഷ്യൻ്റെ ഈ ലോകം നിൽക്കുന്ന സ്നേഹമില്ലായ്മ ഇപ്പം ഈ പുതിയ കാലഘട്ടത്തിൻ്റെ ഒരു അടയാളമായി തീർന്നു. സ്വാർത്ഥത. അല്ല, ഇപ്പൊ ചേട്ടൻ പറഞ്ഞതിനാ തന്നെ എന്നോട് പറഞ്ഞല്ലോ, അത് ഞാൻ അങ്ങനെ തിരിച്ചു പറഞ്ഞല്ലോ, ആ കുട്ടി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന്. ഇപ്പൊ സ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യം, ഇപ്പം നമ്മൾ തന്നെ കാണാറുണ്ട്, ഒരു പെൺകുട്ടിയുടെ വീട്ടുകാരുടെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി ആ പെൺകുട്ടീനെ കാറിടിപ്പിച്ചു. ഞാൻ വായിച്ചിട്ടില്ല. കാറിടിപ്പിച്ചിട്ട് രക്ഷകനായിട്ട് ചെന്നിട്ട് വീട്ടുകാരുടെ മുന്നിൽ. ഇതിനെയൊക്കെ സ്നേഹം എന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ, അത് സെൽഫിഷ്നെസ് അല്ലേ. അതായത് നമ്മൾ സ്വന്തം, എല്ലാവരും പറയുന്നതിന് സ്നേഹം എന്ന് പറയുന്നത് സ്വന്തമാക്കി വെക്കലാണെന്ന്. എന്നെ സംബന്ധിച്ച് സ്നേഹം എന്നാൽ സ്വന്തമാക്കുക എന്നുള്ളതല്ല, ഏതവസ്ഥയിലും ആ വസ്തുവിനെ സ്നേഹിക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഏതവസ്ഥയിലും നമുക്ക് ആ വസ്തുവിനോട്. സ്നേഹത്തിന്റെ പിന്നിലൊരു വിട്ടുവീഴ്ചയുണ്ട്, ഒരു ത്യാഗമാണത്. ത്യാഗം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു വാക്കാണത്.
ത്യാഗം ചെയ്യാതെ ഒന്നും നേടാനും പറ്റില്ല. സ്നേഹിച്ച് നേടിക്കൊണ്ടിരിക്കുക എന്നുണ്ടെങ്കിൽ വിട്ടുകൊടുത്താണ്. അതെ, ഈ സ്നേഹം വരുമ്പോൾ പൊസസീവ്നെസ് കൂടും. പക്ഷെ നമ്മൾ ഏത് അവസ്ഥയിലായിരുന്നു നമ്മൾ സ്നേഹിക്കുന്നോ. പക്ഷേ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം പുരുഷന്മാരാണെങ്കിൽ പിന്നെ എങ്ങനെ നമുക്ക് അവരുടെ മുഖത്ത് നോക്കി സോറി പറയാൻ പറ്റും? ബഹുഭൂരിപക്ഷവും കാരണം നമുക്ക് ചെറിയ അറ്റൻഷൻ സീക്കിങ് ആയിരിക്കും. ചില നമ്മളെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പറഞ്ഞില്ലേ, നമ്മൾ സ്ത്രീകൾ എപ്പോഴും ഈ കഴിഞ്ഞ ദിവസം ഒരു റീലിനകത്ത് കണ്ടു, പല സ്ത്രീകളും ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്തില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിശേഷ ദിവസം വിളിച്ചില്ല, 12 വിളിച്ചില്ല, ഇതൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. സില്ലി കാര്യങ്ങളാണ്. പക്ഷേ അവരുടെ ലോകം ഇവർ മാത്രമാണ്. വളരെ മൈന്യൂട്ടാണ് ഞാൻ പറയുന്നത്. മൊത്തത്തിൽ ഞാൻ പറഞ്ഞത് ഇപ്പം ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഇപ്പം ഗോഡ്മാൻ ആയിട്ട് ഇഷ്ടത്തിലാണെന്ന് വിചാരിക്കുക. നമ്മൾ തമ്മിൽ പ്രണയിക്കുമ്പോൾ ഞാൻ എപ്പോഴും നിങ്ങളിലാണ് അഡിക്റ്റഡ്, നിങ്ങളിലാണ്. നിങ്ങൾ പക്ഷെ 100 സ്ഥലത്ത് ഈ പറയുന്ന ഫുഡോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ വേറെ പറയുന്നത് ജോലിക്ക് പോകും, ഏറ്റവും ഇഷ്ടം നമ്മളിങ്ങനെ നോക്കിയിരിക്കും. അവിടെ ഒരു മിസ്റ്റേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇത്രയും കെയർ ചെയ്തിട്ടും അത് മനസ്സിലാക്കാതെ വന്നതുകൊണ്ടായിരിക്കാം സോറി പറയാൻ ഒരു പക്ഷേ ചില കാര്യങ്ങളിലോട്ടോ, ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നില്ല, ചില കാര്യങ്ങൾ ഇതും ഒന്ന് മനസ്സിലാക്കിയാൽ, തിരിച്ചു ഒന്ന് ചിന്തിച്ചാൽ, പെണ്ണുങ്ങളെ മൊത്തത്തിൽ പറയുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടാവും. നമ്മളല്ല, പ്രശ്നം ഉണ്ടാവണം, ഒരു റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നം ഉണ്ടാവണം. ഞാൻ പറഞ്ഞില്ല, നമ്മൾ തമ്മിലൊരു ഇഷ്ടത്തിലാവണം, നമ്മൾ തമ്മിൽ പിണക്കം ഉണ്ടാവണം, അതുണ്ടാവണം. അന്നെങ്കിലല്ലേ അടുത്ത മൊമെന്റ് ഇത് സോഫ്റ്റ് ആയിട്ട്. അതെ, തിരിച്ചറിവ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് മിസ്റ്റേക്ക് തിരുത്തിയിട്ട് വരുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. അത് ഭയങ്കര സംഭവം, അത് അടിപൊളിയാണ്. ഒരിക്കലും ഇവിടെ പിണങ്ങിയിട്ട് ഞാൻ തിരിച്ച് അവളെ ഞാൻ പറഞ്ഞൊക്കെ എല്ലാം ഓർമ്മ വന്ന പോലെയാണ്. അവള് പിണങ്ങി ഇട്ടിട്ടും പോയിട്ട് ഭയങ്കര ഞാൻ അതിൻ്റെ വേണ്ടി വേട്ടയാടി പുറകെ നടന്ന് അമ്മ പറഞ്ഞ് തിരിച്ചെടുത്തിട്ട് വാടാന്ന് പറഞ്ഞു. തിരിച്ചെടുത്തത് ഒരു കണക്കിന് തിരിച്ചെടുത്തിട്ട് അയ്യോ അത് ഭയങ്കര സന്തോഷമായിരുന്നു. പഴയതിനേക്കാളും ഹാപ്പി ആയിട്ട് പോയതാണ്. പിന്നെ എന്നെ പൊളിക്കാൻ കുറേ അസൂയക്കാരുണ്ടായിരുന്നു. എൻ്റെ സുഹൃത്തുക്കൾ തന്നെ കിംഗ്ലർ സിനിമയിൽ പോലെ നുണ പറഞ്ഞും പറ്റിച്ചും ഇങ്ങനെ പിടിച്ചിട്ട് ജനിക്കാതെ പുത്രാന്നൊക്കെ ഒരു അപ്പുറത്ത് പോയി പാരവെക്കുന്ന കുറേ സുഹൃത്തുക്കളുണ്ട്. അത് നല്ല എൻ്റെ ഈ ലവ് വെച്ചിട്ട് ഒരു സിനിമ എടുത്തേടികളെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭയങ്കര രസമായിരുന്നു അതൊക്കെ. കുറേ അസൂയക്കാരുണ്ടായിരുന്നു. കാരണം എറണാകുളത്ത് നിന്ന് വന്നവരുത്തൻ ഈ കൊടുങ്ങല്ലൂരിൽ ഒരു പെൺകുട്ടീനായിട്ട് ഒരു കറുത്തിട്ട് ഒരു തന്നെ ഒരു ഹെൽമെറ്റ് വെച്ച് വരുന്നു. ആ നാട്ടുകാരൊക്കെ നോക്കിക്ക് കൊണ്ടുവന്നെ അവരുടെ ഒരു രോമാഞ്ചമായിരുന്നു ഈ കുട്ടി. അപ്പോൾ അവർക്ക് കിട്ടാത്തത് എനിക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ ഒരു അസൂയക്കാരുണ്ട്. എത്ര പേര് എന്നെ വളഞ്ഞിട്ടുണ്ടെന്ന് അറിയും. ഇടിക്കാനാ ഒരു 10-500 മുസ്ലിം ഏരിയ അല്ലേ, ക്രിസ്ത്യാനി എന്നെ വന്ന് വളഞ്ഞിട്ടുണ്ട്. നീ ഇവിടെ സ്ഥിരം ഉണ്ടല്ലോ, നീ ആരാണ്? ഞാനൊരു കസിനാണ്. റാവുത്തറെ മറ്റൊരു എന്നെ ഇത് കസിനാണ്. അവരെ വിളിച്ചിട്ട് ചോദിച്ചു കസിനാണ്. ഇതിൻ്റെ പേരെന്ന് പ്രണിൽ ലാസർ. ലാസർ. അപ്പോൾ മുസ്ലിം അല്ലെന്ന് മനസ്സിലായി. അപ്പോൾ എങ്ങനെയാണ് ഈ കസിനാകുന്നത്? ആ പേരെല്ലാം അവർക്ക് മനസ്സിലായി, ലാസർ എന്നുണ്ടപ്പോൾ. ഞാൻ പറഞ്ഞു ഇപ്പോൾ കസിനാകണേന് ഇതൊന്നും വേണ്ടല്ലോ. ഇവർക്ക് രോഗം ഉണ്ടായിരുന്നു, ആ രോഗം ഉണ്ടായിരുന്നപ്പോൾ ഞാൻ തീർത്തു കൊടുത്തു. ഇവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, ഞാൻ തീർത്തു കൊടുത്തു. ഇങ്ങനെയല്ലേ കസിൻസ് ആവുന്നത്. ഇങ്ങനെയാണ് ഞാൻ കസിൻ ആയത് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കുറേ ചോദ്യങ്ങൾ വന്നപ്പോൾ 500 വണ്ടികൾ വന്ന് വളഞ്ഞേക്കണേ കൊല്ലുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം. ഞാൻ ധൈര്യപ്പെട്ടത് ഞാനായിരുന്നു. കാരണം ആ സമയത്തൊക്കെ ഞാൻ ഭയങ്കര ധൈര്യം. അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ഞാനിങ്ങനെ കൂളായിട്ടിരിക്കും. ഞാൻ ചേട്ടാ ഞാൻ ഒറ്റയ്ക്കല്ലേ, നിങ്ങൾക്ക് അറിയാലോ, എൻ്റെ പിൻവശത്തും മുൻവശത്തും അറിയില്ല, നിങ്ങൾ ചുറ്റും ഇത്രയും പേരല്ലേ, 1-2 പേര് എൻ്റെ ചോദ്യം ചോദിച്ചാൽ ഞാൻ മറുപടി പറയാം. എല്ലാവരും മറുപടി എനിക്ക് പറയാൻ പറ്റില്ല ചേട്ടാ, ദയവ് ഇത് 1-2 പേര് ചോദ്യം ചോദിച്ചു എന്നാണ്. അപ്പോഴാണ് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞിട്ട് കസിൻ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ നാട്ടുകാരും ബന്ധുക്കളും ഉണ്ടായിരുന്നിട്ട് ഇവരെ സംരക്ഷിക്കാൻ ഞാൻ മാത്രം ഉണ്ടായിരുന്നല്ലോ, അത് എറണാകുളത്ത് നിന്ന് വരേണ്ടി വന്നല്ലോ. അപ്പോൾ അങ്ങനെ കസിനായത് ഞാൻ അവളെ കെട്ടാൻ നിൽക്കുകയാണ്, അവർക്ക് തന്നെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ ഉമ്മയോടുള്ള അസൂയുള്ള കുടുംബശ്രീ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരപ്പം തന്നെ തീർത്തു, വൈരാഗ്യം തീർത്തു കൊടുത്തു. പോലീസിനെ വിളിച്ചു. എന്നെ പോലീസുകാരെയും കൊണ്ടുപോയി പോലീസ് എന്നെ വിളിപ്പിച്ചു. വൈരാഗ്യമാണ് നിൽക്കാനുള്ള ഉമ്മയോടുള്ള. ഉമ്മയെന്ന് പറഞ്ഞാൽ വെച്ച് നാക്കുള്ള സ്ത്രീയും കൂടെയാണ്. നാക്കെന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കില്ല അവർ. അപ്പോൾ ഇവരായിട്ട് എന്തൊക്കെ പ്രശ്നമുണ്ടായി. അങ്ങനെ എന്നെ പോലീസുകാരൻ ചോദിച്ചു എന്താണ് അവിടെ, ഞാൻ ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ ഇട്ടേണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ നമ്പർ വരാമെന്ന് 2 പേരെ വിളിച്ചു. ഇങ്ങനെ ഒരുത്തന്നുണ്ടല്ലോ ഫ്രണ്ടിൽ. സാറേ ഞങ്ങൾ എന്നോട് സൂപ്പർ മാർക്കറ്റിലേക്കാണ്, അവനെ പിടിച്ചു വെച്ചിട്ടുണ്ട്, നാട്ടുകാരിങ്ങനെ സീനുണ്ട്, നിങ്ങൾക്കത് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരോട് ചോദിച്ചു എന്താണ് സംഭവം. അപ്പോൾ അവന് കല്യാണം കഴിക്കാൻ ഇരിക്കുന്നു, ഇന്ന് എത്രയും പെട്ടത് നടത്തിക്കുന്നു. അത് കഴിഞ്ഞിട്ട് 4ാമത്തെ മാസം എൻ്റെ കയ്യിൽ നിന്ന് പോയതോളൂ. അതും പോകാനും ഒക്കെ എന്തെന്നാ പറയാനേ, ഞാൻ ഇന്ന് അതൊക്കെ ഓർക്കുമ്പില്ലേ.
കുറച്ച് ബുദ്ധിമുട്ടുള്ള വേണ്ട കാര്യങ്ങൾ. വേണ്ട 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 ഈ ഓർക്കണ്ട. വിരഹം എന്ന് പറഞ്ഞ സാധനമില്ലേ, ഏ? വിരഹം, ആ. അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞ് എന്ന് രസമാണത്. നമ്മളെ ജീവനുള്ള ഒരു മീനിനെ പിടിച്ചിട്ട് നല്ല മൂർച്ചല കത്തിയെടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് മുറിക്കുക. അപ്പോൾ ഒന്ന് പെടച്ചിലുണ്ട്, എന്നിട്ട് കുറച്ച് ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് തിളച്ചെണ്ണയിലിട്ടൊന്ന് പൊരിക്കുക. അതാണ് വിരഹം. അതൊന്ന് ഓർത്തിരിക്കാന്ന് പറഞ്ഞാൽ ഒരു ജീവിതകാലം മൊത്തം ചേട്ടാ ഞാൻ ഓർത്തിരിക്കാൻ. ചോദിച്ച് നിങ്ങളെ സങ്കടപ്പെടുത്തിയതിൽ ക്ഷമിക്കുക എന്നോട്. നമ്മള് എന്നോട് ആദ്യമേ തന്നെ പറഞ്ഞു കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാന്ന്. ആ നമ്മൾ താല്പര്യമില്ലാത്തതുണ്ടെങ്കിൽ പേടിയാണ്, എനിക്ക് സ്ത്രീകളെ പേടിയാണെന്ന് ഇനി പറഞ്ഞു. ഒരാളിൽ നിന്നും കിട്ടും. കാരണം ഞാൻ അങ്ങനെയാണ് ആത്മാർത്ഥമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. കാരണം എൻ്റെ ആത്മാർത്ഥതക്ക് ഒരു വിലയില്ലാതെ. അപ്പോൾ പിന്നെ ആത്മഹത്യ ചെയ്യേണ്ടി വരും. എന്തിനു ഞാൻ ആത്മഹത്യ ചെയ്യണം അല്ലേ? ഞാൻ ആത്മാർത്ഥമായിട്ട് എന്ത് കാര്യത്തിൽ ഇടപെടുള്ളൂ. എനിക്ക് ചില നിങ്ങൾ ഈ ലുക്കൊക്കെ ഉള്ളു പിഞ്ചു മനസ്സാണല്ലേ, പിഞ്ചു മനസ്സാണ്. എല്ലാവരും പറയും. ഓ ചോടാ 2 മിനിറ്റ് ഇരുന്നിട്ട് എനിക്ക് കൊഞ്ചിക്കാൻ തോന്നുന്നുണ്ട്. ചോടാ എല്ലാവരും അത് പറയും. കാരണം ഈ തടിയും ബഹളം മാത്രമേ ഉള്ളൂ. കണ്ട ഒരു ഗുണം. നിങ്ങൾ വാ തുറക്കരുത് കേട്ടോ. അതെല്ലാവരും പറയും. അല്ലേ നീ വാ തുറക്കരുത്, നീ വാ തുറന്നാ പോയി, നിന്റെ ഈ ലുക്ക് മതിയിട്ടാന്ന് പറയും. അതെ ഞാൻ കട്ടക്ക് പിടിച്ചു നിന്ന ഞാൻ പറഞ്ഞില്ലേ ഗുണ്ട ലുക്ക് തോക്ക്. ആൾക്കാര് ഓടൂട്ടാന്ന് പറയണം. പക്ഷേ ഇവിടെ പാടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തൻ ഒരു സാധാരണക്കാരൻ ഒരു പേന വിറ്റിരിക്കുന്ന ആള്, അയാൾ ഒരു ദിവസം വഴിയിലേക്ക് കണ്ടിട്ടെ, അപ്പോൾ കുറേ നാളേക്ക് ശേഷം കണ്ടിട്ട് പറഞ്ഞു ഇവിടെ പാടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഓടി വരും. ഒരു റോസപ്പ് പോലത്തെ ഒരു മനസ്സായിട്ട് നിങ്ങൾ അങ്ങനെയാണ്. കാരണം അങ്ങനെ ആയിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എല്ലാം ദൈവത്തിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ദൈവം ആരും ഉപേക്ഷിക്കില്ലല്ലേ, എല്ലാവരും സഹായിച്ചു എല്ലാവർക്കും എന്തെങ്കിലും കൊടുത്തിട്ട് വിടുള്ളൂ. എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വരുന്നവർക്ക് ഞാൻ എന്തെങ്കിലും കൊടുക്കും. സ്നേഹമെങ്കിൽ നമുക്ക് 2 കണ്ണുണ്ടല്ലേ, ഒരു കണ്ണ് ഒരാൾക്ക് വേണ്ടി മാറ്റി വെക്കാമല്ലേ അല്ലേ, 2 കാതുണ്ടെങ്കിൽ ഒരാൾക്ക് വേണ്ടി കേട്ടിരിക്കാമല്ലേ, 2 കാലുണ്ടെങ്കിൽ ഒരാൾക്ക് വേണ്ടി നടക്കാമല്ലേ, 2 കൈയുടെ ഒരു സഹായമെങ്കിലും ചെയ്യുന്നു. കരഞ്ഞല്ലോ കണ്ണിന്റെ അകത്തൂടെ അതൊക്കെ ഞാൻ ചേട്ടാ. അതെ അതെ അല്ലേ അല്ലേ, സഹായിക്കാം. നിങ്ങളെ എന്നെ കൂടെ കരയിക്കരുത്, എനിക്ക് ഭയങ്കര. ഞാൻ ചെറിയ കാര്യം വിട്ടേ, നമ്മളുടെ ജീവിതം ടു ബി സേവ്ഡ് ആണ്. നമ്മൾ ക്രിസ്തു പറയേണ്ടത് ഞാൻ അരപ്പട്ട കെട്ടി. എന്തിനു വേണ്ടി അരപ്പട്ട കെട്ടിയ ഗുരുവിൻ്റെ വേഷത്തിൻ്റെ ഒരു അടയാളമാണ്. കെട്ടിയത് എന്തിനാ, പാദം കഴുകാനാണ്. ആരുടെ? ശിഷ്യന്മാർ പാദം കഴുകുന്ന ലോകത്തിലെ ആദ്യത്തെ ഒരു ഗുരു ക്രിസ്തുവാണ്. ക്രിസ്തു എന്തിനാ പാദം കഴുകിയത്? സേവിക്കാനാണ്. സേവനം കിട്ടാൻ വേണ്ടി ശുശ്രൂഷ ചെയ്യാനോ ഒന്നുമില്ല, സേവനം. നമ്മളുടെ ജീവിതമൊക്കെ സേവനം ചെയ്യാനാണ്. ഒരമ്മ ഒരു കൊച്ചിനെ എങ്ങനെ സേവനം ചെയ്യുന്നു? 10 മാസം സേവനം ചെയ്യുന്നു. കഴിക്കുന്നത് ആ കൊച്ചിന് വേണ്ടിയല്ലേ, ചിന്തിക്കുന്ന ആ കൊച്ചിന് വേണ്ടിയല്ലേ, മലവെട്ടുന്ന ആ കൊച്ചിന് വേണ്ടിയല്ലേ. 10 മാസം ചുമന്ന് സേവനം ത്യാഗം ചെയ്തിട്ടാണ് കുഞ്ഞ് പറന്നു പോകുന്നത്. 10 വർഷം ആ കൊച്ചിന് വേണ്ടി അധ്വാനിക്കും അല്ലേ. അത് ആ കടപ്പാട് മനുഷ്യർക്ക് ഇല്ല. മനുഷ്യർക്ക് ഇല്ല എന്നല്ല ചേട്ടാ, ഇപ്പൊ ചേട്ടൻ തന്നെ എനിക്ക് ചേട്ടൻ ഈ അമ്മ എന്ന അർത്ഥത്തിൽ നമ്മളെ ഒരു പ്രായ അമ്മേനെ നോക്കുമ്പോഴേ അതിന്റെ അർത്ഥം മനസ്സിലാവുള്ളൂ. ചേട്ടനെ ഈ പ്രായമുള്ള അമ്മമാരെ നോക്കുമ്പോഴേ ഞാൻ അങ്ങനെ നോക്കിയതാ 85 വയസ്സ് വരെ. ആണല്ലേ. എല്ലാവരും ഇട്ടിട്ടും പോയിട്ട് ഞാൻ അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും കൂടെ കൊണ്ടുപോയതായിരുന്നു.